ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം യോഹന്നാൻ അപ്പോസ്തലന്റെ ലേഖനങ്ങൾ, അതായത് 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ ലേഖനങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, അതായത് ദൈവത്തിൻ്റെ വചനത്തെ ശരിയായിട്ട് വിഭജിച്ച് പഠിക്കുക എന്നുള്ള ആ കോൺസെപ്റ്റിലാണ് നമ്മൾ ആ വ്യൂ പോയിന്റിലാണ് നമ്മൾ ഈ ദൈവവചനങ്ങൾ പഠിക്കുന്നത്. നമുക്കറിയാം, റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലെമോൻ വരെയുള്ള ലേഖനങ്ങൾ ജാതികൾക്ക് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനിൽ കൂടി ജാതികൾക്ക് വേണ്ടി ഡയറക്റ്റ്ലി എഴുതിയിരിക്കുന്നതാണ്. ജെൻറ്റൈൽസ്, അനി അവരിപ്പോൾ എവിടെ പാർക്കുന്നതാണേലും ജെൻറ്റൈൽസാ. അതേസമയം ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഭാഗങ്ങൾ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്കും വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് കഷ്ടകാലങ്ങൾ, അതായത് റാപ്ചറിന് ശേഷമുള്ള കാലഘട്ടവും ദാനിയേൽ പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ചയിൽ അവരെങ്ങനെ ജീവിക്കണം, അവരുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം, അവരുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള ഉപദേശങ്ങളാണ് നമ്മൾ ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കാണുന്നത്. ആ സമയത്ത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഈ ഭൂമിയിൽ ഇല്ല. നമ്മൾ കർത്താവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കും. അതിനുശേഷം, റാപ്ചറിന് ശേഷമുള്ള കാര്യങ്ങളുള്ള ഡോക്ട്രിൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ദൈവവചനം, പ്രത്യേകിച്ച് യോഹന്നാന്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് അനേക ട്രാൻസ് ഡിസ്പെൻസേഷണൽ ട്രൂത്ത് ഉണ്ട്. അതായത് യുഗാന്തരമായ സത്യങ്ങൾ, യുഗങ്ങൾ മാറിയാലും മാറ്റമില്ലാത്ത സത്യങ്ങൾ അനേകം നമുക്ക് കാണാൻ കഴിയും. എന്നാ പറയുന്നത്? ട്രാൻസ് ഡിസ്പെൻസേഷണൽ ട്രൂത്ത്, അതായത് മുൻകാലങ്ങളിലും ഇപ്പോൾ ഉള്ള കാലവും ഇനി വരാൻ ഉള്ള യുഗങ്ങളിൽ പോലും ഈ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നില്ല, മാറ്റം വരാത്ത സത്യങ്ങളാണ്. ഒന്നാമത്തെ, ദൈവത്തിൻ്റെ ക്യാരക്ടർ, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുന്നില്ല. നമുക്ക് കാണാൻ കഴിയും, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാവുന്നു, ദൈവം വിശ്വസ്തനാണ്, പാപങ്ങൾ ക്ഷമിക്കുന്നു, ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ടില്ല. ഈ കാര്യങ്ങൾ യോഹന്നാൻ അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണമുണ്ട്. നമ്മുടെ എല്ലാ പാപവും പോക്കി കഴുകുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ 1 യോഹന്നാൻ 2:2 പറയുവാണ്, കർത്താവായ യേശുക്രിസ്തു എൻ്റെ യാഗം ഈസ് എ പ്രൊപ്പീഷിയേഷൻ. നമുക്കതൊന്ന് മലയാളത്തിലൊന്ന് വായിച്ച് കേൾക്കാം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ രക്തം ചിന്തിയത് എന്നുള്ള ആ വിഷയം, അത് എല്ലാ യുഗത്തിലും അത് കറക്റ്റ് തന്നെയാണ്. അതിനകത്ത് ഒരു ചേഞ്ചസ് വരുന്നില്ല. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തം നിത്യജീവനാണ്, ഇല്ലേ? 1 യോഹന്നാൻ 2:25, 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നത്, ഹി ഹാസ് പ്രോമിസ്ഡ് us എറ്റേണൽ ലൈഫ്. ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപായുഗത്തിലും കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഏത് ദൈവവൈതലിനും ഏത് വ്യക്തിക്കും നിത്യജീവനാണ് കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിതാവ് പുത്ര ബന്ധത്തെ കാണിക്കുന്ന വാക്യങ്ങൾ ലേഖനങ്ങളിലുണ്ട്. 1 യോഹന്നാൻ 2:23 പറയുക, whoever denieth the son, the same hath not the father. He that acknowledgeth the son hath the father also. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവും ഉണ്ട്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൽ വിശ്വസിക്കുക. കർത്താവിൽ വിശ്വസിക്കാത്തവൻ, ആ വ്യക്തിക്ക് പിതാവുമില്ല,
അല്ലേ? അതേസമയം കർത്താവിനെ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിക്ക്, കർത്താവിനെ ആദരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പിതാവുമുണ്ട്, പിതാവിനും ലഭിക്കും. അതുപോലെ തൃത്വത്തെക്കുറിച്ച് ഒരു വാക്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്യം, ഇത് കിങ് ജെയിംസ് ബൈബിളിലാണ് ഈ വാക്യം കാണുന്നത്. 1 യോഹന്നാൻ 5:7 ഫോർ ദർ ആർ ത്രീ ദാറ്റ് ബെയർ റെക്കോർഡ് ഇൻ ഹെവൻ, ദ ഫാദർ, ദ വേർഡ് ആൻഡ് ദ ഹോളി ഗോസ്റ്റ്, ആൻഡ് ദീസ് ത്രീ ആർ വൺ. അതായത് 3 പേർ സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എന്താണ്? പിതാവ്, വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ഈ മൂവരും ഒന്നാണെന്നാണ് പറയുന്നത്. ആ ട്രൈയൂണിറ്റിയെ കാണിക്കുന്ന ഒരു ഭാഗം. അപ്പൊ ഇതെല്ലാം യുഗാന്തരം, യുഗങ്ങളിൽ മാറ്റം വരുമ്പോഴും, ടൈം പാസ്റ്റ് ബട്ട് നൗ, ഏജസ് ടു കം, ഈ സത്യങ്ങൾ എപ്പോഴും സത്യമായിട്ട് തന്നെ നിലനിൽക്കുന്ന കാര്യമായി ഇതിനാണ് പറയുന്നത് ട്രാൻസ് ഡിസ്പെൻസേഷണൽ ട്രൂത്ത്സ്. നമുക്ക് ചിന്തിക്കാം ദ മെസ്സേജ് ഓഫ് ജോൺ ദി അപ്പോസ്റ്റൽ. നമുക്ക് 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം നമ്മൾ ഒന്ന് വായിച്ച് കേൾക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ നമ്മൾ വായിക്കുന്നത് ദ മെസ്സേജ് ഓഫ് ജോൺ ദി അപ്പോസ്റ്റൽ, യോഹന്നാൻ അപ്പോസ്തലന്റെ സന്ദേശം ഏതാണ്? അവർ കർത്താവായ യേശുക്രിസ്തുവിനോട് നേരിട്ട് കണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് ഡയറക്റ്റ് കേട്ട കാര്യങ്ങൾ, അവർ യേശുക്രിസ്തുവിനെ തൊട്ടു സ്പർശിച്ച് നോക്കി ഉറപ്പുവരുത്തിയ കാര്യങ്ങളാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ് പഠിപ്പിച്ച് രാജ്യത്തിൻ്റെ ശുശ്രൂഷ, രാജ്യത്തിൻ്റെ പദ്ധതിയാണ്, അതേ മെസ്സേജാണ് യോഹന്നാൻ അപ്പോസ്തലൻ വീണ്ടും എടുത്തു പറയുന്നത്. യോഹന്നാന്റെ ലേഖനങ്ങളിൽ ഒരിക്കലും രക്ഷ ഇപ്പോൾ, അതായത് വർത്തമാന കാലത്ത് നമുക്ക് ഉറപ്പായിട്ട് ഉള്ള ഒരു വസ്തുവായിട്ട് പറയുന്നില്ല. അതായത് കൃപയാൽ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ ഉള്ള ഏക വിശ്വാസത്താൽ ഇപ്പോൾ നമുക്കുള്ള ഒരു വസ്തുവായിട്ട് രക്ഷ കാണിക്കുന്നില്ല. പത്രോസ് അപ്പോസ്തലനും ഹെബ്രായ ലേഖനകർത്താവും പറയുന്നത് പോലെ വരുവാൻ ഉള്ള രക്ഷയെക്കുറിച്ചാണ് യോഹന്നാന്റെ ലേഖനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ദ മെസ്സേജ് ഓഫ് ജോൺ എന്തുവായിരുന്നു? യേശുക്രിസ്തു അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് തന്നെ അത് രാജ്യത്തിൻ്റെ പദ്ധതി, രാജ്യത്തിൻ്റെ സുവിശേഷം. നമുക്ക് 2 യോഹന്നാൻ 1 തൊട്ട് 9-ാം അധ്യായം തൊട്ട് 9-ാമത്തെ വാക്യം തൊട്ട് 11 വരെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദ ജൂയിഷ് ഇത് ആർക്കും വേണ്ടി എഴുതിയിരിക്കുന്നു എന്ന്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. ഇതുപോലെ ഒരു വാക്യം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പലയിടത്ത് പറയുന്നുണ്ട്. ഇതേ കോൺസെപ്റ്റ് ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈകൊണ്ട സുവിശേഷത്തിന് വിപരീതമായി
ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നമുക്ക് ഈ രണ്ട് വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് എഴുതുന്ന നമ്മുടെ ഡിസ്പെൻസേഷണൽ ചാർട്ടാണ്. യോഹന്നാൻ അപ്പോസ്തോലൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സമയത്ത് നേരിട്ട് യേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ആ സുവിശേഷം, ആ ഡോക്ട്രിൻ, ആ ഉപദേശം, ആ സന്ദേശമാണ് വീണ്ടും റാപ്ചറിന് ശേഷം, കൃപായുഗത്തിന് ശേഷം ഉള്ള സമയത്ത് പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, യഹൂദരൊക്കെ അഡ്രസ് ചെയ്തിട്ട് പറയുക, ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം, ദ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ് അല്ലാതെ, അതായത് വിശ്വാസവും പ്രവൃത്തിയും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ, അന്ത്യം വരെ വിശ്വസ്തനായിരിക്കുക, ഈ കാര്യങ്ങൾ അല്ലാതെ ആരെങ്കിലും വേറൊരു സുവിശേഷം നിങ്ങളോട് വന്ന് പ്രസംഗിച്ചാൽ ആ വ്യക്തിയെ വീട്ടിൽ പോലും കേറ്റരുതേ, ആ വ്യക്തിക്ക് ഒരു കുശലം പറയാൻ പോലും പോകല്ലെന്നാണ് പറയുന്നത്, ഇല്ലേ? അതേസമയം അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഈ കൃപായുഗത്തിൽ വിശ്വാസത്താൽ, ക്രിസ്തുവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ ക്രൂശിൽ ഉള്ള പ്രവൃത്തി, ആ പ്രവൃത്തിയിലുള്ള പൂർണ്ണ ആശ്രയത്താൽ മാത്രം, അതായത് പ്രവൃത്തി കൂടാതെ ഉള്ള രക്ഷയെ, ആ സന്ദേശം അല്ലാതെ, കർത്താവായ യേശു ക്രിസ്തു പൗലോസിന് നൽകിയ സന്ദേശം അല്ലാതെ വേറെ ഒരു ഡോക്ടറിനും, വേറെ ഒരു സന്ദേശവും, വേറെ ഒരു സുവിശേഷവും നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുക. അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലാകുന്നുണ്ട്. ഇത് നടക്കാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ, ഈ കൃപായുഗത്തിൽ ആൾക്കാർ ഇന്ന്, ദ റിലീജിയസ് ക്രിസ്ത്യാനിറ്റി ഇന്ന് എന്താ പ്രസംഗിക്കുന്നത്? പ്രവൃത്തിയുടെ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷമായി ഇന്ന് നമ്മൾ എല്ലായിടങ്ങളിലും, മിക്ക ഇടങ്ങളിലും കേൾക്കുന്നത് മെജോറിറ്റി ക്രിസ്ത്യാനിറ്റി. അതേസമയം റാപ്ചറിന് ശേഷം എന്ത് നടക്കുന്നറിയാം? കൃപയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അവർ പറയും, ഇനിയും സാത്താന്റെ മുദ്ര എടുത്താൽ പോലും രക്ഷ നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞ്, മനസ്സിലായി, ജനത്തെ എന്ത് ചെയ്യും? വഞ്ചിക്കും. സാത്താന്റെ വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ, വലിയൊരു തന്ത്രം എന്ന് പറഞ്ഞാൽ, കൃപയുടെ യുഗത്തിൽ ന്യായപ്രമാണത്തിന്റെ സുവിശേഷം പ്രസംഗിക്കും. എന്നാൽ ന്യായപ്രമാണത്തിന്റെ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ട സമയത്ത് കൃപയുടെ സുവിശേഷവും പ്രസംഗിക്കപ്പെടും. അതാണ് ഇതിനകത്തെ പ്രോബ്ലം. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ഈ ഒരു യോഹന്നാൻ 2 യോഹന്നാൻ 1:9-11 വരെ യോഹന്നാൻ പറയുകയാണ്, ഞാൻ പറയുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ദ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സുവിശേഷം ആരെങ്കിലും പറയുവാണെങ്കിൽ ആ വ്യക്തിയെ കൈക്കൊള്ളല്ലെന്ന്. അപ്പോൾ കൃപായുഗത്തിൽ പൗലോസ് പറയുക, പൗലോസിന് കർത്താവിൽ കൂടി ലഭിച്ച കൃപയുടെ സുവിശേഷം ഒഴിച്ച് മറ്റേതെങ്കിലും ഒരു സുവിശേഷം ആരെങ്കിലും പ്രസംഗിക്കുന്നുവെങ്കിൽ അവരെ ശപിക്കപ്പെട്ടവർ. അവർ ജാതികളുടെ ഇടയിൽ വന്ന് പ്രസംഗിക്കുന്ന, യഹൂദരുടെ രാജ്യത്തിന്റെ സുവിശേഷം ജാതികളുടെ ഇടയിൽ വന്ന് പ്രസംഗിക്കുന്നതാണ് വിഷയം. അപ്പൊ വീണ്ടും നമുക്ക് ചിന്തിക്കാം. 1 യോഹന്നാൻ 3:4 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ യോഹന്നാന്റെ ലേഖനങ്ങൾ അത് ആർക്ക് എഴുതപ്പെട്ടിരിക്കുന്നോ അവർ ന്യായപ്രമാണവും പാലിക്കേണ്ടവരാണ്, അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 3:4. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. Whoever committeth sin transgresseth also the law, for sin is the transgression of the law. ഇതേ ഒരു ആശയം നമുക്ക് 3-ാമത്തെ ലേഖനം, യോഹന്നാൻ 3-ാം ലേഖനം 1-5-8 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം മലയാളത്തിൽ. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇത് ആർക്കും വേണ്ടിയാണ് എഴുതിയത്? ഇംഗ്ലീഷ് ബൈബിളിൽ എന്തുവാ? ഹു ആർ സ്ട്രേഞ്ചേഴ്സ്, ഇല്ലേ? ബ്രദറൻസ്, പ്രിയരുള്ളവരെ, സഹോദരന്മാർ. ഇവരെ എങ്ങനെയാണ്? ഇവര്
പരദേശികൾ, ഹു ആർ സ്ട്രേഞ്ചേഴ്സ്. ഇതേ കാര്യമാണ് യാക്കോബ് അപ്പോസ്തലൻ, പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. സ്ട്രേഞ്ചേഴ്സ്, ചിതറിക്കിടക്കുന്നവർ, അന്യരും പരദേശികളുമായി പാർക്കുന്നവർ, അല്ലേ? അപ്പൊ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇവർ ജാതികളുടെ കയ്യിൽ നിന്നും ഒന്നും എടുക്കാതെയാണ് പോയിരിക്കുന്നത്. അപ്പൊ കണ്ടോ വ്യത്യാസം? കണ്ടോ? ജാതികൾ, യഹൂദന്മാർ. അപ്പൊ ഇതാരാണ്? യോഹന്നാന്റെ ലേഖനങ്ങൾ ആർക്കാണ് എഴുതിയിരിക്കുന്നത്? ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? അതിന്റെ 1 യോഹന്നാൻ 2:7 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രമാണത്തിനെ കുറിച്ച്. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. 1 യോഹന്നാൻ 3:11-12 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളത് ആകൊണ്ടത്രേ. കേട്ടോ? അപ്പൊ വീണ്ടും ആ ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്കുള്ള റെഫറൻസ്. ഇതാ ഈ കൈനെ കുറിച്ച് എഴുതിയാൽ ആർക്കാണ് മനസ്സിലാകുന്നത്? യഹൂദർക്കാണ് മനസ്സിലാകുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഓഡിയൻസ് ആരാണ്? ജൂവിഷ് ആൾക്കാർ, യഹൂദർ, ചിതറിപ്പാർക്കുന്ന, ജാതികളുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന യഹൂദരാണ്. അടുത്ത വിഷയം, വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലൻ ക്രിസ്തീയ മേഖലയിൽ അറിയപ്പെടുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ്. എന്നാൽ ഇവർ 2 പേരും, പൗലോസും യോഹന്നാൻ അപ്പോസ്തലനും, ദൈവത്തിന്റെ വ്യത്യസ്തമായ സ്നേഹത്തെക്കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. 1 യോഹന്നാൻ 3:16 നമുക്ക് വായിക്കുമ്പോൾ, ഹിയർ ബൈ perceive we the love of God because he laid down his life for us, and we ought to lay down our lives for the brethren. അതുപോലെ തന്നെ നമുക്ക് ഈ ചില വാക്യങ്ങൾ നമുക്ക് മലയാളത്തിൽ നിന്ന് വായിച്ച് കേട്ടിട്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് കടന്നു വരാം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്കു വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 14-15 വരെയുള്ള വാക്യം വായിക്കാം. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇനി അതിൻ്റെ യോഹന്നാൻ 15-ാം അധ്യായം 13-17 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ്ക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പൊ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പ്രദർശിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വന്തം ആടുകൾക്ക് വേണ്ടി കർത്താവ് തൻ്റെ ജീവനെ നൽകുന്ന കാര്യമാണ്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 13-17 വരെയുള്ള വാക്യത്തിൽ വായിച്ച അതേ കാര്യമാണ് യോഹന്നാൻ തൻ്റെ ലേഖനങ്ങളിൽ എഴുതുന്നത്. നാം അന്യോന്യം സ്നേഹിക്കുകയും ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ, പ്രാണനെ വരെയും വിട്ടുകൊടുക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ യോഹന്നാൻ അപ്പോസ്തലൻ പ്രദർശിപ്പിക്കുന്ന ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ദ കവനന്റൽ ലവ്, അതായത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് സ്വന്തം ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹം. അതേസമയം പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയല്ല. പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 6-8 വരെയുള്ള വാക്യവും അതിൻ്റെ 9-11 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം.
നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങൾ പ്രദർശിപ്പിക്കുന്നത് സ്വന്തം ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. പൗലോസ് അപ്പോസ്തലൻ പ്രദർശിപ്പിക്കുന്ന എന്തുവാ? കൃപ, അതായത് ദ ഗ്രേസ്, അമേസിംഗ് ലവ്. അതെന്തുവാണ്? നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ, നാം കർത്താവിനെ അറിയാതിരുന്നപ്പോൾ തന്നെ, നാം ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ കഴിയാത്തവണ്ണം ബലഹീനരായപ്പോൾ തന്നെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി. ആ സ്നേഹമാണ് പൗലോസ് അപ്പോസ്തലൻ പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3:19 പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ഇറ്റ് പാസത്ത് നോളജ്, അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സ്നേഹമാണ്. അതുപോലത്തെ വിശാലമായ ഒരു സ്നേഹം, ആഴമേറിയ ഒരു സ്നേഹമാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ കർത്താവ് രണ്ട് വശങ്ങൾ. ഒന്ന്, സ്വന്തം ജനത്തിന് വേണ്ടി സ്നേഹിച്ച് തൻ്റെ ജീവനെ നൽകുന്നു. മറ്റേത് ശത്രുക്കൾക്കും വേണ്ടി, അവരഭക്തരായിരിക്കുമ്പോൾ തന്നെ അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്ന സ്നേഹം. വളരെ വ്യത്യസ്തവും ആയ ഒരു കാര്യം. അടുത്തത്, യോഹന്നാന്റെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത് ഇടയനും ആടും തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാൻ കഴിയും. സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം, ആ ഒരു ബന്ധം വാസ്തവത്തിൽ പ്രോഫസി പ്രോഗ്രാം, പ്രവചന പദ്ധതിയുടെ ഒരു ഭാഗമാണ്. നമുക്ക് എഹെസ്കേൽ പ്രവചനം 34:11 തൊട്ട് 16 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും. ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചു. അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്ന് അവയെ വിടുവിക്കും. ഈ കാറും കറുപ്പും ഉള്ള ദിവസം എന്ന് പറയുന്നത് ട്രിബുലേഷന്റെ ടൈമാണ്. എഹെസ്കേലിനോട് തന്നെ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, സമയം, കാവൽക്കാര, സമയം എന്തായി? ഉടനെ പറയുന്നത് എന്തുവാ? പകലും ഇരുട്ടും സന്ധ്യയും ഉഷസ്സും ഒരുപോലെ വരുന്ന കാലം വരുന്നു എന്ന്, അല്ലേ? അതാണ് അതേ ടേം, അതേ വാക്ക് നമ്മൾ സക്കറിയ പ്രവചനത്തിൽ മഹോപദ്രവത്തെക്കുറിച്ച് കാണാൻ കഴിയും. അപ്പൊ ഇത് മഹോപദ്രവ കാലത്തിൽ ചിതറിപ്പോയി ഇസ്രായേൽ മക്കളെ കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനെ പോലെ ഓരോന്നിനെയും തേടി വരുന്നതാണ്. നമുക്ക് ബാക്കിയോട് വായിച്ച് കേൾക്കാം. ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയിക്കും. നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവയെ മേയിക്കും. ഇസ്രായേലിന്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും. ഞാൻ ന്യായത്തോടെ അവയെ മേയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം മനസ്സിലാകുന്നുണ്ട് ഈ കാര്യങ്ങൾ. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ 23-ാമത്തെ സങ്കീർത്തനം നമ്മുടെ മനസ്സിലേക്ക് വരും, ഇല്ലേ? പച്ചപ്പുൽമേളിൽ നമ്മളെ കിടത്തുന്ന ആ നല്ല ഇടയൻ, ഇല്ലേ? അത് ആക്ച്വലി ഇസ്രായേൽ മക്കളെ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തെ കാണിക്കുന്നതാണ്. എങ്ങനെ കർത്താവ് അവരെ അന്ത്യകാലത്ത്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കളഞ്ഞുപോയതിനെ തേടി വന്ന് ഇരിക്കുന്നു എന്ന് പറയുന്ന കാര്യം
ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു മഹോപദ്രവത്തിന്റെ അവസാന കാലങ്ങളിൽ കർത്താവ് കടന്നു വരുമ്പോൾ കർത്താവ് തന്നെ ചിതറിപ്പോയ സ്വന്തം ആടുകളെ എന്ത് ചെയ്യും? അന്യജാതികളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് സ്വന്തം ദേശം ഇസ്രായേലിൽ കൊണ്ടുവരും അല്ലേ? അതേ കോൺസെപ്റ്റാണ് നമുക്ക് യോഹന്നാന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കൂടാതെ യോഹന്നാന്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പാപത്തിന്റെ 2 വിധമായ പാപങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ അത് 1 യോഹന്നാൻ 1-ാം അധ്യായം 8 തൊട്ട് 10 വരെ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. അപ്പോൾ രണ്ടാമത്തെ പാപം നമുക്കൊന്ന് നോക്കാം. പാപത്തിന്റെ രണ്ടാമത്തെ വശം 1 യോഹന്നാൻ 3-ാം അധ്യായം 6-ാം വാക്യം. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ രണ്ടാമത്തെ പാപം ഇവിടെ പറയുന്നത്, ഒന്നാമത്തെ വാക്യം ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ, അതായത് 1 യോഹന്നാൻ 1-ന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്യത്തിൽ പറയാം, നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പോൾ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ദൈവത്തിൽ വസിക്കുന്നവർ അവർ പാപം ചെയ്യുന്നില്ല. ഇതേത് പാപത്തെക്കുറിച്ചാണ് ഈ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അത് മഹോപദ്രവ കാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയേക്കുന്ന ആ ഒരു പാപത്തെക്കുറിച്ചാണ്. അതേസമയം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബലഹീനതകളിൽ കൂടി കടന്നു വരുന്ന പാപങ്ങളാണ്. അത് കിങ്ഡം സെയിന്റിന് എങ്ങനെയാണ് ക്ഷമിക്കപ്പെടുന്നത്? അത് അവർ കൺഫസ് ചെയ്യുമ്പോഴാണ്. അതേസമയം ദ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ എന്നേക്കുമായി ശുദ്ധീകരിച്ചിരിക്കുക കർത്താവായ യേശു ക്രിസ്തു, ഇല്ലേ? നാം കർത്താവിൽ പൂർണ്ണരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? അത് കൺഫസ് ചെയ്ത് ഏറ്റു പറഞ്ഞാലേ ക്ഷമിക്കത്തുള്ളൂ. അത് തന്നെയല്ല, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പോലെ അവർ മറ്റുള്ളവരെ എങ്ങനെ ക്ഷമിക്കുന്നോ അതുപോലാണ് അവരുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നത്. പ്രവൃത്തി അനുസരിച്ചാണ്, അല്ലേ? നമുക്ക് ഇതേ കാര്യം ഒന്നുകൂടെ ക്ലാരിഫൈ ആകും. 1 യോഹന്നാൻ 5-ന്റെ 16-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ, സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ. മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ 2 വിധ പാപങ്ങൾ, അല്ലേ? ഒന്ന് മരണത്തിനല്ലാത്ത പാപങ്ങൾ, അതിനെക്കുറിച്ച് ആ വ്യക്തിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ക്ഷമ ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അത് ക്ഷമിക്കപ്പെടും. അതേസമയം മരണത്തിലേക്കുള്ള പാപം ഏതാ? ഈ മുദ്രയേക്കുന്നതാണ്. അതെടുത്താൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, അതാരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ സഹോദരന്മാർ ആരെങ്കിലും എടുത്ത്, അതായത് ഈ ജൂയിഷ് ബിലീവേഴ്സ് ആരെങ്കിലും അത് എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെട്ടു, ആ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കില്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഈ കൃപായുഗത്തിൽ ഒരു അൺഫോർഗിവബിൾ സിൻ ഉണ്ട്. ക്ഷമിക്കപ്പെടാത്ത പാപം എന്തുവാ? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-3 നമ്മൾ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നെങ്കിൽ അവർ നശിച്ചു പോകാൻ ഉള്ളവരത്രേ. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്! റാപ്ചറിന് ശേഷമുള്ള സമയത്ത് സാത്താൻ്റെ മുദ്ര ഏറ്റാൽ അവർക്ക് അൺഫോർഗിവബിൾ സിൻ. ഈ കാലഘട്ടത്തിൽ കൃപയുടെ സുവിശേഷത്തെ നമ്മൾ തിരസ്കരിച്ചാൽ അത് ഒരു അൺഫോർഗിബിൾ, ആ വ്യക്തിക്ക് രക്ഷയില്ല. ഫ്യൂച്ചർ കണ്ടീഷണൽ സാൽവേഷനെ കുറിച്ചാണ് യോഹന്നാന്റെ ലേഖനങ്ങൾ പറയുന്നത്. അതായത് ഭാവി കാലം വരുവാനുള്ള രക്ഷ അത് കണ്ടീഷണലാണ്. അവരുടെ പ്രവൃത്തിയും സഹിഷ്ണുതയിലും കണ്ടീഷൻഡ് ബേസ്ഡ് ആണ്. നമുക്കൊന്ന് നോക്കാം. 1 യോഹന്നാൻ 1-ന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ.
അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ എന്തുവാ? നാമും അതുപോലെ നടക്കുന്നു എങ്കിൽ ആണ് കർത്താവായ യേശുക്രിസ്തു രക്തത്താലുള്ള പ്രയോജനം. അടുത്ത ഭാഗം വായിക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പോൾ ഒരു ഓൺഗോയിങ് പാപക്ഷമ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. പക്ഷെ അങ്ങനല്ല ബോഡി ഓഫ് ക്രൈസ്റ്റിൽ. നമുക്ക് 1 യോഹന്നാൻ 2-ാം അധ്യായം 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അല്ലേ? അപ്പൊ ന്യായപ്രമാണവും കാക്കണം അല്ലെ? വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ന്യായപ്രമാണവും കൂടെ ആ യുഗത്തിൽ പാലിക്കേണ്ട ആവശ്യമുണ്ട്. ക്രിസ്തു എങ്ങനെ നടന്നോ അതുപോലുള്ളൊരു നടപ്പും ആയിരിക്കണം. അതേസമയം പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നത് സാൽവേഷൻ ഇപ്പോൾ നമ്മൾ ഓൾറെഡി രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. നമുക്ക് 1 കൊരിന്ത്യർക്ക് ലേഖനം 1:18 വായിക്കുമ്പോൾ നമുക്ക് ആ സത്യം മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. 1 കൊരിന്ത്യർ 1:18 എഫേസ്യർ 2:5. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് രക്ഷ നമ്മുടെ കൃപയാൽ യു ആർ സേവ്ഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾക്ക് പൗലീൻ എപ്പിസ്റ്റൽസിൽ കാണാൻ കഴിയുന്നത്. ഒരു ഫ്യൂച്ചർ സാൽവേഷൻ അല്ല. നമ്മുടെ സാൽവേഷൻ നാം രക്ഷിക്കുന്ന അപ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ലഭിച്ച് വീണ്ടെടുപ്പ്, ദത്തെടുപ്പിൻ്റെ ദിവസത്തിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണം കൂടെ പ്രമാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യോഹന്നാൻ്റെ ലേഖനങ്ങൾ ലഭിക്കുന്ന ആൾക്കാർ. നമുക്ക് ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 2:3, 2:7, 2:29 ഈ 3 വാക്യം നമുക്കൊന്ന് വായിച്ചേക്കാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു, സത്യം അവനിൽ ഇല്ല. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന എത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. പ്രവൃത്തി കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ഫലം കൊണ്ടാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ അങ്ങനല്ല കൃപയുടെ യുഗത്തിൽ, ഇല്ലേ? അഭക്തനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന, പ്രവൃത്തി കൂടാതെ നീതീകരിക്കുന്ന ദൈവത്തിലുള്ള അഭക്തന്റെ ആ വിശ്വാസമാണ് അവന് നീതിയായിട്ട് കണക്കിടുന്നത്. 1 യോഹന്നാൻ 3:22 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൻ്റെ കാരണം എന്തുവാ? അവർ കൽപ്പനകൾ പ്രമാണിക്കുന്നത് കൊണ്ടാണ്, ഇല്ലേ? അതേസമയം പൗലീൻ എപ്പിസ്റ്റൽസിൽ നമ്മൾ എന്താണ് കാണുന്നത്? തീത്തോസിന്റെ ലേഖനം 3:5 എങ്ങനെയാണ്? നമ്മൾ ചെയ്ത നീതിപ്രവൃത്തി കാരണമല്ല അവൻ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്, അല്ലേ? കൃപയാൽ അത്രേ, വിശ്വാസത്താൽ ആർക്കും പ്രശംസിക്കാൻ ഇടയാകാത്ത രീതിയിൽ. നമുക്ക് എഫേസ്യർക്ക് ലേഖനം 2:8-9 നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. പ്രവർത്തികളും
കാരണമല്ല. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്കാർക്കും ഒന്നിലും പുകഴുവാനോ പ്രശംസിക്കുവാനോ ക്രിസ്തുവിലല്ലാതെ, ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാനിടയില്ല കേട്ടോ. പ്രിയമുള്ള ലാസ്റ്റ് നമുക്ക് നോക്കാം. ദേ ഡു നോട്ട് നീഡ് ടീച്ചേഴ്സ്. ജൂയിഷ് റെമനന്റ്, ഇസ്രായേലിലെ ശേഷിപ്പ്, ആ ചെറിയ കൂട്ടം, അവർക്ക് ഉപദേഷ്ടാക്കളുടെ ആവശ്യമില്ല എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 2:26-27 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. 2-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. സകലതും അറിയുന്നു. അപ്പോൾ ഈ ജൂയിഷ് റെമനന്റ് ഇവർ ചിതറിപ്പാർക്കുകയാണ് മഹോപദ്രവകാലത്ത്. അവർക്ക് ഇങ്ങനെ ഒരു കൂടി വരവോ ഒരു ബൈബിൾ ക്ലാസ്സോ അതിനൊന്നിനും ഒരു അവസരം ഇല്ല. അവർ ഒളിച്ച് ഗുഹകളിലും പാറയുടെ പുറകിലും ഒക്കെ ഒളിച്ചിരിക്കുകയാണ്, ഇല്ലേ? പക്ഷേ അവരെ സകല സത്യത്തിലും വഴി നടത്തുവാൻ വേണ്ടി ദൈവം അവരിൽ ഓരോരുത്തർക്കും ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം, ക്രിസ്തുവിൻ്റെ അഭിഷേകം അവരോരോരുത്തരിലുമുണ്ട്. ആ അഭിഷേകം അവരെ സകല സത്യത്തിലും നടത്തും. ശരിയേത് തെറ്റേത് എന്ന് കാണിക്കും. ഇതൊരു പ്രവചന പദ്ധതിയുടെ ഒരു ഭാഗമാണ്. സങ്കീർത്തനം 32:8 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇതൊരു പ്രവചനത്തിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് ആണ് ആ സമയത്ത് നടക്കാൻ പോകുന്നത്, ഇല്ലേ? അതേസമയം ഇന്ന് ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി പൗലോസിന്റെ ലേഖനം എന്താ പറയുന്നത്? എഫേസർക്ക് ലേഖനം 4-ാം അധ്യായം 11-13 വരെയുള്ള വാക്യം വായിക്കാം നമുക്ക്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അപ്പോൾ ഈ പീരീഡിൽ, ഇല്ലേ, കൃപായുഗത്തിൽ നമുക്ക് ഉപദേഷ്ടാക്കന്മാരുടെ ആവശ്യമുണ്ട്. 1 തിമോത്തിയോസ് 2:7 2 തിമോത്തിയോസ് 2:2 നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലനെ കർത്താവ് അന്യജാതികൾക്കൊരു ഉപദേഷ്ടാവായിട്ടാണ് വിളിച്ച് വേർതിരിച്ചതും. പൗലോസ് തിമോത്തിയോസിനോട് പറയുക, വിശ്വസ്തന്മാരായ പുരുഷന്മാർ who shall be able to teach others, മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ, ഉപദേശിച്ച് കൊടുപ്പാൻ തക്ക പ്രാഗൽഭ്യം ഉള്ളവരെക്ക് ഈ സത്യം എന്ത് ചെയ്യണം? കൈമാറി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് പോളീഷ്യൻസ് എന്ന ആൾക്കാർ പിന്നീട് പേരിട്ടത്. നമുക്കൊന്ന് 2 തിമോത്തിയോസ് 2:2 ഒന്ന് വായിച്ച് കേൾക്കാം. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. അപ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് കൃപായുഗത്തിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? ടീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? ഉപദേഷ്ടാക്കന്മാരുടെ ആവശ്യമുണ്ട്. അതേസമയം യോഹന്നാൻ ലേഖനം എഴുതുന്ന കൂട്ടർക്ക് അവർക്ക് ഉപദേഷ്ടാവിൻ്റെ ആവശ്യം ഇല്ല. അപ്പം നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. യോഹന്നാൻ്റെ ലേഖനം പ്രത്യേകിച്ച് എഴുതുമ്പോൾ യോഹന്നാൻ എഴുതുന്നത് ഹൗ ടു ഐഡൻറ്റിഫൈ ദ ആൻറ്റൈ ക്രൈസ്റ്റ്. കാരണം ആ കാലഘട്ടത്തിൽ ആൻറ്റൈ ക്രൈസ്റ്റ് വ്യക്തിപരമായിട്ട് പേഴ്സണലി എവിടുണ്ട്? ഈ ഭൂമിയിലുണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ദേവാലയത്തിൽ ഇരിക്കുന്നയാളല്ല മസിഹ എന്ന് മനസ്സിലാക്കി പർവ്വതങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടവർക്കാണ് ഈ ഉപദേശങ്ങൾ, അല്ലേ? അപ്പോൾ ഹൗ ടു ഐഡൻറ്റിഫൈ, നമുക്ക് ഒന്ന് വേഗത്തിൽ ഈ വാക്യങ്ങളൊന്ന് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 1 യോഹന്നാൻ 2:18-22, 1 യോഹന്നാൻ 4:1-3 വരെ ഉള്ള വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം.
കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആര് ആകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ആകുന്നു. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. നമുക്ക് 2 യോഹന്നാൻ 1:7 നമുക്കൊന്ന് വായിക്കാം. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. Praise the Lord. അപ്പോൾ how to identify the Antichrist and the spirit of Antichrist? എതിർ ക്രിസ്തുവിനെയും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെയും എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇത് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ തന്നെ ആ ആശയങ്ങൾ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിലുള്ള ആശയങ്ങൾ, അതായത് ക്രിസ്തു ദൈവമല്ല, ക്രിസ്തു വരും ദൈവപുത്രനായിരുന്നു, അതായത് പിതാവിനെക്കാട്ടിലും കുറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ക്രിസ്തുവിനെ കാണിക്കുന്ന ദുരുപദേശങ്ങൾ ഏറെ പരക്കെ ഉണ്ടായിരുന്നു ആ സമയത്തും. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? 2 കാര്യം. ഒന്ന്, ക്രിസ്തു ജഡത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്ന ഉപദേശങ്ങൾ. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ആൻറ്റൈക്രൈസ്റ്റ്. നമ്മൾ ഈ ദൈവപുത്രൻ എന്നുള്ള പദം നമ്മൾ കേൾക്കുമ്പോൾ അനേക ഇടങ്ങളിൽ ബൈബിളിൽ പറയുന്നുണ്ട്. കർത്താവ് തന്നെ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്. സൺ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഹാവിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ പദത്തിൻ്റെ അർത്ഥം. നമുക്കൊന്ന് 2 ഭാഗം നമ്മളൊന്ന് വായിച്ചേക്കാം. യോഹന്നാന്റെ സുവിശേഷം 19:7 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട്. അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്നുത്തരം പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഐ ആം ദ സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ എല്ലാം ഒന്നാകെ അവനെ ക്രൂശിക്ക എന്ന് പറയുകയുണ്ടായി. അതിന് കാരണം ചോദിച്ചപ്പോൾ യഹൂദർ തിരിച്ചു പറഞ്ഞ എന്തുവാ? ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണം ഉണ്ട്. നമുക്കൊന്നുകൂടെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട്. അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്നുത്തരം പറഞ്ഞു. യോഹന്നാൻ 5:17-18 വരെയുള്ള വാക്യം കൂടെ നമുക്ക് വായിക്കാം. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബ്ബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. കണ്ടോ, ദൈവപുത്രൻ എന്ന് പറയുന്നത് ദൈവത്തോട് സമമാ, ഇല്ലേ? സൺ ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു ഗോഡ്, ഹാവിങ് ദ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നതും ക്രിസ്തുവിനെ നിഷേധിക്കുന്നത് ആണ് ആൻറ്റൈ ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ്. പൗലോസ് അപ്പോസ്തലൻ നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-3 അതിൻ്റെ 6-7 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതുന്നത് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും നാം കർത്താവിനോട് കൂടെ ചേരുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ റാപ്ചറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2-3 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ
വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ഈ കർത്താവിൻ്റെ നാൾ എന്ന് പറയുന്നത് ഡേ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ മഹോപദ്ര കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിങ്ങ് അടുത്തു എന്ന് പറയുമ്പോൾ തെസ്സലോനിക്കയിലെ സഭയിലെ വിശ്വാസികൾ എന്തായി? അവര് ആശങ്കയിലായിപ്പോയി, അല്ലേ? അവർ വളരെ ഡിസ്റ്റർബായി. മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ ത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പോൾ ആദ്യം ആര് വരണം? എന്ത് സംഭവിക്കണം? കിങ് ജെയിംസ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന there shall come a falling away first എന്നാണ്. വിശ്വാസത്യാഗം എന്നാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വിശ്വാസത്യാഗമാണോ വാസ്തവത്തിൽ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ കിങ് ജെയിംസിന് മുമ്പുണ്ടായിരുന്ന ബൈബിളുകളിൽ, അതായത് 1560 ജനീവ ബൈബിൾ, 1534 ടിൻഡേൽ ബൈബിൾ, 1535 ക്ലോവർഡേൽ ബൈബിളിൽ 2 തെസ്സലോനിയർ 2:3 വാക്യത്തിൽ ഈ ഫോളിങ് എവേ, അപ്പോസ്റ്റസിയ എന്നുള്ള വാക്കിന് ട്രാൻസ്ലേറ്റ് ചെയ്തത് എങ്ങനെയാണ്? എ ഡിപ്പാർട്ടിങ് ഫസ്റ്റ് എന്നാണ്. അതായത് ഒരു എയർപോർട്ടിൽ ഒരു അറൈവലും ഒരു ഡിപ്പാർച്ചറും ഉള്ളതുപോലെ 2 തെസ്സലോനിയർ 2:3 പറയുക, ആദ്യം ഒരു ഡിപ്പാർച്ചർ നടക്കണം, അതിന് ശേഷമേ ആ നാശയോഗ്യനായ വ്യക്തി, പാപത്തിന്റെ പുരുഷൻ, ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുത്തുള്ളൂ എന്നാണ് കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19:10 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ ഏഷ്യയിലുള്ള ആസയിലുള്ള യഹൂദരോടും യവനന്മാരോടും കൃപയുടെ സുവിശേഷം പറഞ്ഞു എന്നാണ്, ഇല്ലേ? നമുക്ക് അത് 2 തിമോത്തിയോസ് 1:15 പൗലോസ് അപ്പോസ്തലൻ പറയുക, ആസയിലുള്ളവരെല്ലാവരും എന്നെ വിട്ടുപോയി. അതോ വിശ്വാസത്യാഗം എന്നാണെങ്കിൽ അത് അന്നേ എന്ത് ചെയ്തു? നടന്നു കഴിഞ്ഞില്ലേ? ഇന്നാണെങ്കിൽ അനേകര് ഗ്രേസ് ഗോസ്പൽ സത്യവചനം മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ, ഈ കാലഘട്ടത്തിൽ. പക്ഷെ അത് ആക്ച്വലി എന്തുവാ? എ ഡിപ്പാർച്ചറാണ്. അത് നമ്മൾ അതിൻ്റെ 6-7 2 തെസ്സലോനിയർ 2:6-7 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് എ ടേക്കിംഗ് എവേ, ഒരാളെ എടുക്കപ്പെടുന്നതിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം 6-7. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. കണ്ടോ? നീങ്ങിപ്പോകുന്ന കാര്യമാണ് ഫോളിങ് അവേ എന്നല്ല, നീങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ ദ ഡിപ്പാർച്ചർ, എടുക്കപ്പെടുക. ഇത് സഭയുടെ ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ റാപ്ചറിനെ കുറിച്ചാണ് പറയുന്നത്. റാപ്ചറിന് ശേഷമേ ആന്റി ക്രൈസ്റ്റ് വരുത്തുള്ളൂ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, യോഹന്നാന്റെ ലേഖനങ്ങളിൽ അനേക ട്രാൻസ് ഡിസ്പെൻസേഷണൽ ട്രൂത്ത്സ് ഉണ്ട്. ദ മെസ്സേജ് ഓഫ് ദി അപ്പോസ്റ്റൽ, യേശു ക്രിസ്തു എന്ത് പഠിപ്പിച്ചോ ആ രാജ്യത്തിൻ്റെ സുവിശേഷം തന്നെയാണ് മുൻപോട്ട് യോഹന്നാന്റെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇത് ന്യായപ്രമാണവും പ്രമാണിക്കുന്ന, തൻ്റെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ ക്ഷമിക്കപ്പെടുന്ന ഒരു യഹൂദ ശേഷിപ്പിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് അറിയുമ്പോൾ തന്നെ സ്വന്തം ആടുകൾക്കും വേണ്ടി തൻ്റെ ജീവനെ നൽകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അഭക്തരും ക്രൂശിന്റെ ശത്രുക്കളുമായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സ്നേഹത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആടുകളും ഇടയനും, ശ്രേഷ്ഠ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം ഒരു പ്രവചനത്തിന്റെ പദ്ധതിയാണ്. യോഹന്നാന്റെ ലേഖനങ്ങളിൽ പാപത്തിന്റെ 2 വിധം ആയ പാപങ്ങൾ, മരണത്തിലേക്കുള്ള പാപം, മരണത്തിലേക്കല്ലാത്ത പാപം. മരണത്തിലേക്കുള്ള പാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നാണ് പറയുന്നത്. ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ ലേഖനകർത്താവ് എഴുതുന്നത് വരുവാൻ ഉള്ള ഒരു കണ്ടീഷണൽ, അവരുടെ പ്രവൃത്തിമേൽ ന്യായപ്രമാണത്തിന്റെ നല്ല പ്രവൃത്തിയാൽ നേടുന്ന ഒരു
രക്ഷയെക്കുറിച്ചാണ്. അവർ പറയുക, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവ് അഭിഷേകം വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ഉപദേഷ്ടാവിൻ്റെ ആവശ്യമില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, പരിശുദ്ധാത്മ മുദ്രകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉപദേഷ്ടാവിൻ്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ വേണ്ടി. യോഹന്നാന്റെ ലേഖനം സ്വീകരിക്കുന്നവർ, അവർ ആന്റൈക്രൈസ്റ്റിനെ അവർക്ക് കാണാൻ കഴിയും. ആന്റൈക്രൈസ്റ്റിനെ കുറിച്ച് അവർക്ക് അറിയാം. ആ കാലഘട്ടത്തിൽ അത് തിരിച്ചറിയേണ്ടത് എങ്ങനെ എന്നാണ് യോഹന്നാൻ തന്റെ ലേഖനങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അനുഗ്രഹമാവുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വചനത്താൽ.